എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലെ അയ്മനം പഞ്ചായത്തിലുള്ള വലിയമട വാട്ടർ ഫ്രണ്ട് ടൂറിസ്റ്റ് പ്രോജക്റ്റിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ശരിക്കും ഇതൊരു കുടിവെള്ള സ്രോതസ് ഇതായിരുന്നു ഇത്. അതാണ് വലിയമട. പക്ഷേ ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് വലിയമട കുഴിയിൽ നിന്നായിരുന്നു. ആർപ്പുക്കരയും അയ്മനയും മുതലായ പഞ്ചായത്തുകളിൽ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നായിരുന്നു. ഇവിടുന്ന് ശുദ്ധീകരിച്ച് പൈപ്പ് വഴി കുടിവെള്ളം ഇവിടെ നിന്നായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ആ ഒരു പ്രോജക്റ്റ് മാറ്റിയിട്ടാണ് ഇപ്പോൾ ടൂറിസ്റ്റിൻ്റെ ഒരു പ്രോജക്റ്റിലേക്ക് സർക്കാർ ഇത് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്. എന്നാണല്ലോ ഇപ്പോൾ നല്ല അടിപൊളി ഒരു സ്പോട്ടായി തീർന്നിരിക്കുകയാണ്. ഒട്ടുമുക്കാൽ ആൾക്കാരും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏകദേശം 5 ഏക്കറിൽ കൂടുതലായിട്ടുള്ള ഒരു വലിയ തടാകമാണ്. അതിന് ചുറ്റും നടക്കാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. ഒത്തിരി പിള്ളേർക്ക് കളിക്കാനുള്ള ഒത്തിരി ആക്ടിവിറ്റീസുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് ഇവിടെ. അതെല്ലാം ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. ചുറ്റിനും മതിലും ഗ്രില്ലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ പെഡൽ ബോട്ട് സൗകര്യങ്ങൾ, അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്ന സൗകര്യങ്ങളാണ്. തൊട്ടടുത്താണെങ്കിൽ നല്ല വിശാലമായ വയൽ നമുക്ക് കാണാൻ പറ്റും. തെങ്ങും തോപ്പ് അടുത്തായിട്ട് തന്നെയാണ് വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇരിക്കാൻ നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന നല്ലൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ തടാകത്തിൻ്റെ സൈഡിലായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് ദീർഘദൂരം നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. അതിനകത്ത് ഇതിനകത്ത് ഉള്ളിലെ പ്രധാനപ്പെട്ട ഐറ്റംസായ മ്യൂസിക് സിസ്റ്റത്തിലൂടെ പ്രവർത്തിക്കുന്ന സ്പ്ലിൻഡർ പോലത്തെ ഒരു ഐറ്റം ഇതിനകത്തുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. അത് പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഇതാണ് സംഭവം. അത് പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് വെള്ളം ഇതിൽ സ്പ്രേ ചെയ്യുകയാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നതെന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് വരുന്നത് കോട്ടയം എറണാകുളം റൂട്ടിൽ കവണാറ്റിങ്കരയ്ക്കും ജീപ്പുങ്കലിനും ഇടയിലായിട്ട് റോഡിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിലേക്ക് വരാൻ പറ്റും. നിലവിൽ ടിക്കറ്റ് നിരക്കുകളൊന്നും തന്നെ ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പം ഉടനെ തന്നെ അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് കറണ്ടിൻ്റെ ചിലവൊക്കെ അധികമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് അതൊക്കെ താങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഉടനെ ചിലപ്പം മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോജക്റ്റാണിത്. അപ്പം കോട്ടയത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഈ സ്പോട്ടിലെത്താം. അതുപോലെ തന്നെ വൈക്കത്ത് നിന്നും ഏകദേശം 16 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ വരാൻ സാധിക്കുന്നതാണ്. അപ്പം എല്ലാവരും വലിയമട വാട്ടർ ഫ്രണ്ട് ടൂറിസം പ്രോജക്റ്റിലേക്ക് വരിക, ഇതൊക്കെ കാണുക, ആസ്വദിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ തന്നെ വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.